ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെല്ലിയ ആൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്തായാലുള്ളത് കുറേ ആൾക്കാരുടെ പേരുണ്ട്, കുറേ അമ്പിയാക്കളുടെ പേര്, വേറെ ഒന്നും ഇതിലില്ല. എന്നാൽ ഇത് മുടങ്ങാതെ ചെല്ലുന്ന ഒരാളുണ്ടായിരുന്നു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ആൾ. അത് വല്യപ്പയാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇഷാമാരുവിൻ്റെ ഇടയിൽ മുടങ്ങാതെ ചെല്ലിയിരുന്നു. കിഫായത്തുൽ അവാം, കഞ്ചുൽ അർഷ്, നൂറുൽ ഈമാൻ തുടങ്ങിയ കാര്യങ്ങൾ. നമുക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും ആ 15 ഒക്കെ ഏടി നമ്മൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. എന്നിട്ടല്ലേ ചെല്ലൽ പിന്നല്ല, ഒന്ന് കണ്ടുകൂടെ നമുക്ക്. അപ്പോൾ വല്യമാക്കേത് അറിയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ പറഞ്ഞത്. അതിൽ കുറേ സ്വാലിഹീങ്ങളുടെ പേരാണുള്ളത്. അപ്പോൾ സ്വാലിഹീങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. വഫാത്തുൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദാ സഫിയത്തും മൈമുനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. കുറേ സ്വാലിഹീങ്ങളുടെ പേരുണ്ട് അതിൽ. അതുകൊണ്ട് സ്വാലിഹീങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ് സ്വാലിഹീങ്ങളെ പറ്റി പറയാം. ഒഴിഞ്ഞിരിക്കുമ്പോൾ അവനാൻ്റെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്വാലിഹീങ്ങളായ ചില ആളുകളുടെ കഥ പറഞ്ഞു കൊടുക്കണം. ഒന്നും വേണ്ട, നമ്മളെ വല്യപ്പാൻ്റെ കഥ പറഞ്ഞാൽ മതിയായിരിക്കും, നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും. വല്ലാതെ മേലക്കൊന്നും പോണ്ടി വരില്ല. നമുക്കൊരു വല്യപ്പുണ്ടായിരുന്നു, വാപ്പാൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് മൂപ്പര കഥ പറഞ്ഞാൽ പോലും നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും അയാൾ. കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം മുത്തുനബി ജീവിച്ചിരുന്ന കാലമാണ്. അഫ്ദലുൽ ഖുറൂനി ഖർനി. പിന്നെ ഇങ്ങനെ കാലം മോശമായി വരുമ്പോൾ മുൻഗാമികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ സ്വാലിഹീങ്ങളെക്കുറിച്ചുള്ള വർത്താനായിരിക്കും. അതുകൊണ്ട് മുൻഗാമികളായ സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയുക, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുക. അങ്ങനെ അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത് വീട്ടിൽ വേണം, എല്ലായിടത്തും വേണം. അതിലൊന്ന് മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്താനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ കുട്ടികൾക്ക് കുപ്പി ഗ്ലാസ് കൊടുക്കുക. പൊട്ടുന്ന ഗ്ലാസ്, കുപ്പി ഗ്ലാസ് കൊടുക്കുക. കൊടുക്കുമ്പോൾ പറയാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പളുങ്കുപാത്രമുണ്ടായിരുന്നുവെന്നും അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് എന്നും ബഹുമാനപ്പെട്ട ഹാഫിദ് ദഹബിയുടെ തിബ്ബുൻ നബവിയിലുണ്ട് മോനെ. അതുകൊണ്ട് മുഹമ്മദ് നബി പളുങ്കുപാത്രത്തിൽ അഥവാ കുപ്പി ഗ്ലാസ്സിലാണ് കുടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ കുടിച്ചളാം. ഇങ്ങനെയാണ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെടുത്തൽ. അവിടെയാണ് ഈമാൻ നിലനിൽക്കുള്ളൂ. മുഹമ്മദ് നബിയോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. കാമിലായ ഈമാൻ്റെ ഉദാഹരണം അബൂബക്കർ സിദ്ദീഖാണ്. സിദ്ദീഖുൽ അക്ബറിൽ ഉണ്ടായിരുന്ന പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, മക്കളുടെ, സന്താനങ്ങളുടെ, അടുത്ത തലമുറയുടെ സ്വഭാവം സംരക്ഷിക്കണേ നമ്മളെ ബാധ്യതയാണ്. മഹല്ലിയമ്മറ്റിക്കും ബാധ്യതയുണ്ട്, മഹല്ല ജനങ്ങൾക്കും ഉണ്ട്, ബാപ്പാർക്കും ഉണ്ട്, ഉമ്മാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. സ്വഭാവം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. ഈ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്തിന് മൊത്തം ഉണ്ടാവും. നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ വയനാട്ടുകാരുടെ സ്വഭാവവും പരപ്പനങ്ങാടിക്കാരുടെ സ്വഭാവവും ഒരേ മാതിരി ആവില്ല. വെള്ളായിക്കോട് തൽക്കാലം പറയണില്ല, ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് തടി കിട്ടണം. അതുകൊണ്ട് വയനാട്ടുകാരുടെ സ്വഭാവവും പരപ്പനങ്ങാടിക്കാരുടെ സ്വഭാവവും ഒരേ മാതിരി ആവില്ല, വ്യത്യാസം ഉണ്ടാവും. കോഴിക്കോട്ടുകാരുടെ സ്വഭാവവും കൊച്ചിക്കാരുടെ സ്വഭാവം ഒന്നല്ല. കോഴിക്കോട് പോയിട്ട് ഓട്ടോറിക്ഷ വെച്ചിങ്ങാണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ പോകുക എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ബൈക്ക് കൊണ്ടാക്കിയാണ്ട് അതിൻ്റെ പൈസ വാങ്ങിയാണ്ട് ഓട്ടോറിക്ഷക്കാരൻ പോകും. കൊച്ചി ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ പോകുകയെന്ന് വെച്ചാൽ അങ്ങനെ പോവുക, വളഞ്ഞിരിഞ്ഞ് മൂക്കുടിച്ച് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കായും വാങ്ങിയാണ്ട് ഓൻ പോകും. രണ്ട് നാട്ടുകാരുടെ സ്വഭാവമാണത്. അതുകൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം സ്വഭാവം ശരിയാണെങ്കിൽ ഈ തലമുറ ശ്രദ്ധിച്ചാൽ മതി, അടുത്ത തലമുറൻ്റെ ശരിയാവും. എന്താ ഈ സ്വഭാവം നേരാകുക എന്ന് പറഞ്ഞാൽ, സ്വഭാവം കേടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം ഈറ പിടിച്ചാതിരിക്കുക എന്നുള്ളതാണ്. ദേഷ്യം വരാതിരിക്കുക എന്നതാണ് സൽസ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ അടയാളം. സ്വഭാവം എപ്പോഴാണ് നേരാകുക? സ്വഭാവം നേരാവണമെങ്കിൽ സംസാരം നേരാവണം. സംസാരം നേരാവണമെങ്കിൽ ചിന്തകൾ നേരാവണം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ വർത്തമാനം, നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മളെ സ്വഭാവം.
സ്വഭാവത്തിനനുസരിച്ചാണ് പ്രവർത്തനമാണ് വ്യക്തിത്വം. സാലിം ഫൈസി എന്താ എന്ന ചോദ്യത്തിന് ഉത്തരം, സാലിം ഫൈസിയുടെ പ്രവർത്തനം എന്താകുന്നു അതാണ് മൂപ്പര്. പ്രവർത്തനം കൊണ്ടാണ് ഒരാളെ വിലയിരുത്തുന്നത്. പ്രവർത്തനം എപ്പോഴാണ് നേരാകുക? വർത്തമാനം നേരായ, സ്വഭാവം നേരായാലാണ്. സ്വഭാവം എപ്പോഴാണ് നേരാകുക? സംസാരം നേരായാലാണ്. സംസാരം എപ്പോഴാണ് നേരാകുക? ചിന്ത നേരായാലാണ്. അപ്പോൾ ആദ്യം മാറേണ്ടത് ചിന്തകളാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ നമ്മൾ സംസാരിക്കും. ഇതന്നെ സംഗതി. അപ്പം അതുകൊണ്ട് ആദ്യം ചിന്ത ക്ലിയർ ആക്കണം. എന്താ ചിന്ത നേരാക്കുക പറഞ്ഞാൽ? എല്ലാവരെ പറ്റി നല്ലത് വിചാരിക്കുക. അതാണ് ചിന്ത നേരാക്കുക പറഞ്ഞാൽ. ഇപ്പം നമ്മൾ പള്ളിക്ക് ഇങ്ങനെ നിക്കരിച്ചാണ്, ലോറിക്കരിച്ചാണ്. നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ലോറിസ്കരിക്കുകയാണ് വിചാരിക്കുക. പള്ളിയിൽ ഇങ്ങനെ ലോറിസ്കരിക്കുമ്പോൾ ഒരാൾ ആ പള്ളീൻ്റെ അടുത്ത് കൂടി ഇങ്ങനെയാണ്ട് നടന്നു പോയി പള്ളിക്ക് കയറാതെ. അപ്പം നമ്മളെന്താ വിചാരിക്കേണ്ടത്? ആ ചങ്ങായി കണ്ടിടേ ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ പള്ളിയിൽ മുന്നിൽ കൂടെ പോണത് എന്ന് ചില ആൾക്കാർ വിചാരിക്കും. ചില ആൾക്കാർ വിചാരിക്കും ആ ഓന് ചിലപ്പം കക്കൂസ് പോവാൻ മുട്ടിയിട്ടേക്കാരം. ഏതാ നല്ല വിചാരങ്ങളൊന്ന് പറഞ്ഞാണ്. മറ്റുള്ളവരെ കുറിച്ച് നല്ല വിചാരമാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. ആ സമയത്ത് ആ നടന്നു പോയത് നമ്മളാണെങ്കിൽ നമ്മളെപ്പറ്റി നമ്മളങ്ങനെ വിചാരിക്കാനും പാടില്ല. അപ്പം നമുക്ക് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ചെയ്യണതിനൊക്കെ നമുക്ക് ന്യായമുണ്ട്, ബാക്കിയുള്ളവർക്കൊരു ന്യായവും ഇല്ല. അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. നമ്മൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ന്യായം ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ആയപ്പോഴേ പിന്നെ ഇങ്ങനെ ആയപ്പോഴാണ്, പിന്നെ ഇങ്ങനെ ആയപ്പോൾ പിന്നെ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയെന്ന് വെച്ചു അറിയാറേ. അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ പറഞ്ഞത്. നമുക്കൊരു ന്യായം ഉണ്ടാകരുത്, ബാക്കിയുള്ളവർക്ക് ന്യായം ഉണ്ടാവണം. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. നമുക്കെല്ലാ ന്യായവും ഉണ്ട്, വേറുള്ളവർക്കൊരു ന്യായവും ഇല്ല എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. ഇത് ആണുങ്ങളും ഒരേമാതിരി തന്നെയാണ്, പെണ്ണുങ്ങളും ഒരേമാതിരി തന്നെയാണ്. മറ്റുള്ളവരുടെ ന്യായങ്ങളെക്കുറിച്ചൊരു ബോധമില്ല. അതേ ആള് പിറ്റേന്നും ദൂരസ്കാരം പള്ളിക്ക് നടക്കുമ്പോൾ നടന്നു പോയി വിചാരിക്കുക. എന്നാലോ ഇന്നലെ നടന്നു പോയപ്പോൾ എന്നായിക്കോട്ടെ കക്കൂസ്കുവാനേക്കാരൻ നമ്മൾ കരുതിയെന്ന് വിചാരിക്കുക. അതേ ആള് പിന്നെയും പിറ്റേന്ന് ദൂരക്കരിച്ചുമ്പോഴുണ്ട് അയാൾ അതിൻ്റെ മുകളിൽ പോകണം. ഇന്ന് എന്താ വിചാരിക്കേണ്ടത്? അത് ഇന്നലെ മുട്ടി അതേ സമയത്ത് ഇന്ന് മുട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്, മുട്ടിയിട്ട് തന്നെ ഇക്കാരം. ഇതാണ് നല്ല വിചാരം എന്ന് പറഞ്ഞത്. മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നല്ലത് വിചാരിക്കണം. എന്നാൽ ഞമ്മക്കൊരു ന്യായം ഉണ്ടാവും ചെയ്യരുത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതാണ് ചിന്ത നന്നാക്കുക എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് ഹഫ്സ റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുത്തു. ഹഫ്സ, മദീനത്തെ മുനാഫിക്കുകൾ ഇന്ന ആൾക്കാരൊക്കെയാണ് എന്ന് പറഞ്ഞു. ഈ വിവരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഹഫ്സ ബീവിക്ക് മദീനത്തെ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിക്ക് വന്നപ്പോൾ സഹാബത്തെ കൂടി ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ്, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ നിങ്ങൾ അറിഞ്ഞോ മദീനത്തെ മുനാഫിക്കുകളുടെ പേര് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ ബീവിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞ് മുഴുവനായില്ല. പിന്നെ നോക്കുമ്പോൾ ഉമർ ഖത്താബിനെ കാണാനില്ല. ഇതാണ് പറഞ്ഞ് മുഴുവനായില്ല. പിന്നെ നോക്കുമ്പോൾ ഉമർ ഖത്താബിനെ കാണാനില്ല. എങ്ങനെ തെരഞ്ഞിട്ടും മൂപ്പരെ കാണാനില്ല. എവിടേക്കപ്പോൾ പോയി? ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഒരു പിടുത്തുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത് വെച്ചാൽ നേരെ ഹഫ്സ ബീവിൻ്റെ അടുത്ത് പോയി. ഉമർ റളിയല്ലാഹുവിൻ്റെ മോള് കൂടിയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹു. മുസ്തഫ നബി തങ്ങളുടെ സഹധർമ്മിണിയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. നേരെ ഹഫ്സ ബീവിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഹഫ്സേ, മദീനയിലെ മുനാഫിക്കുകളുടെ പേരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് കേട്ടല്ലോ. ആ കടലാസൊന്ന് തരുമോ? അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കാനാണ്. ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ടോയെന്നും ചോദിച്ചാൽ നിൽക്കണ്ട. അതൊരു വർത്താനാണ്. ഉണ്ടല്ലോ സംഗതി പറയുമ്പോൾ അത് മനസ്സിലാകുന്ന കോലത്ത് പറയണ്ടേ. എന്നാ വേണ്ട, ആ ലീസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ ഈ മൊബൈൽ കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഹഫ്സ ബീവി പറഞ്ഞു തരൂലാർന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എന്നാൽ അതൊന്ന് നോക്കിങ്ങാണ്ട് അങ്ങോട്ട് തരാറുന്നു. തരൂലാർന്നു. ഞാൻ എന്നാൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു. ആ ചോദിച്ചോളിയായിരുന്നു. അതിലിൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ എനിക്ക് ആ ലീസ്റ്റ് വേണ്ടാറുണ്ട്. നമ്മൾ ലീസ്റ്റ് തിരഞ്ഞു പോകുക എന്തിനറിയോ? ആരൊക്കെ ഉള്ളത് നോക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു തിരഞ്ഞു പോയത് മൂപ്പരുണ്ടോ നോക്കാനായിരുന്നു. ആരാ ഈ ആളെന്നറിയോ?
മീറാജിൻ്റെ രാത്രി നിങ്ങളെ പേരെ ഞാൻ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ടെന്നും അതിൻ്റെ മുന്നിൽ നിങ്ങളെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആളാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് ചരിത്രത്തിൽ ആദ്യമായി വിളിക്കപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ പറയണത്. ഓൽക്കൊക്കെ ഓല കാര്യത്തിലായിരുന്നു ബേജാറ്, നമുക്ക് നാട്ടുകാരുടെ കാര്യത്തിലാണ് ബേജാറ്. നമുക്ക് നമ്മളെ കാര്യത്തിലൊരു ബേജാറും ഇല്ലല്ലോ. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഈ റമദാൻ മാസമായാലും തസ്കിയത്ത് ക്യാമ്പിന് പോകും. തസ്കിയത്ത് ക്യാമ്പാണ്. ആൾക്കാരെ നേരാക്കാൻ നിങ്ങൾ തന്നെ വരണം, നാട്ടുകാർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവുക. അങ്ങനെ ചെന്ന് ദോറിസ്കരം കഴിഞ്ഞിട്ട് ചെന്നാൽ ഒരു 3 മണിക്കൊക്കെ ക്യാമ്പ് തുടങ്ങും, ക്ലാസ്സൊക്കെ എടുക്കും. നമ്മൾ ഉഷാറായിട്ട് ക്ലാസ്സൊക്കെ എടുക്കും. പക്ഷേ കമ്മിറ്റിക്കാർ ഒറ്റൊന്നും ഉണ്ടാവില്ല, ഒക്കെ ബത്തൊക്കെ വെട്ടാൻ പോയിട്ടുണ്ടാവും. ഒറ്റൊന്നും തങ്ങ് എടുക്കില്ല. എന്താ കാര്യം? ഓലൊക്കെ നല്ലതായിട്ടുണ്ട് എന്നുള്ളതും ആൾക്കാരാണ് മോശക്കാർ എന്നതുമാണ് വിചാരം. ഇതാണൊരു മനുഷ്യനെ പരാജയപ്പെടുന്നത്. ഞാനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതേ ആദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടിയായിരിക്കണം. എനിക്ക് കേൾക്കാൻ പറ്റാത്തൊരു കാര്യം സംഘടിപ്പിക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള വിചാരമാണ് നേരാക്കേണ്ടത്. വിചാരം നേരായാലേ സംസാരം നേരാവുള്ളൂ, സംസാരം നേരായാലേ സ്വഭാവം നേരാവുള്ളൂ, സ്വഭാവം നേരായാലേ പ്രവർത്തനം നേരാവുള്ളൂ, പ്രവർത്തനം നേരായാലേ ആള് നേരാവുള്ളൂ. വർത്താനം പറയരുത് കായക്കാർ, നല്ല കുട്ടികളാണ്. വർത്താനം ഇല്ലാതെ ഇറക്കി കസാല. ഇങ്ങോട്ട് നോക്കി, എല്ലാവരും തിരിഞ്ഞു നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കി. വയലറിയാൻ വന്നത് ഞാനാണ്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. അങ്ങനെ الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله. അല്ല, നിങ്ങളോട് തന്നെയല്ല ഞാൻ ഇതുവരെ വയത് പറഞ്ഞിരുന്നതില്ലേ. ഈ തെങ്ങളോട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എത്രങ്ങാനും മാറ്റം ഉണ്ടാവുന്നവരെ നിങ്ങൾ ഒന്നുകൂടി. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമൻ ലാ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെക്കാൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞേ തിരിച്ചെടുത്തു. നമുക്ക് പറയാനുള്ള മനസ്സ് മാത്രം പോരാ, തിരിച്ചെടുക്കാനുള്ള മനസ്സ് കൂടി വേണം. അപ്പോഴേ നേരാവുള്ളൂ. അതിനെ തിരിച്ചെടുത്തു. ഇതന്നെ സംഗതി. അപ്പം എന്താ പറയുക, നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ സംസാരം. എന്താണോ സംസാരം അതാണ് നമ്മുടെ സ്വഭാവം.